ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചില് തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിനും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികരും അങ്ങയുടെ തിരുസന്നിധി ചെയ്തു പോയ നിന്റെ അപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണെത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം അണിപ്പെടുതാഴ്ന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ. ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, ഹൃദയരോഗികളെ, തൊണ്ട അസുഖങ്ങളുള്ള സ്പോണ്ടിലോസിന് അസുഖമുള്ളവരെ, തലച്ചോറിന് രോഗങ്ങളുള്ളവരെ, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവർ, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവർ, ഉദര രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സുഖമായിടും എൻ്റെ ഉള്ളം, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കൈകൾ രണ്ടും പിണച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ്, ജോലി നാട്ടിലില്ലാത്തവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ ചില തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ അവർ തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതിക്കട്ടെ. മക്കളില്ലാത്തവർ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് അയക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ഈശോയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, വലിയ വചന വെളിപാടിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ദൈവരാജ്യ വികസനത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും Amen.